സമീപകാലത്ത് ഏറ്റവും കൂടുതൽ വിമർശനം നേരിടുന്ന താരമാണ് കിലിയൻ എംബാപ്പെ. PSG-യിൽ നിന്ന് ഏറെ കോടികളൊക്കെ ഉണ്ടാക്കിയാണ് എംബാപ്പെ റയൽ മാഡ്രിഡിലെത്തിയത്. എന്നാൽ റയലിൽ എംബാപ്പയ്ക്ക് അത്ര നല്ല അനുഭവങ്ങളല്ല കിട്ടിയത്. സ്വന്തം മികവിന്റെ അടുത്ത് പോലും എത്താൻ കഴിയാതെ എംബാപ്പെ പ്രയാസപ്പെട്ടു. ഇതോടെ താരത്തിനെതിരെ വിമർശനം ശക്തമായി. തുടർച്ചയായി 2 മത്സരങ്ങളിൽ എംബാപ്പെ പെനാൽറ്റി പാഴാക്കിയപ്പോൾ ആരാധകർ പരസ്യമായി എതിർപ്പുമായി രംഗത്തെത്തി. ഇതിനിടയിലും മറ്റൊരു നാഴികക്കല്ല് പിന്നിട്ടിരിക്കുകയാണ് എംബാപ്പെ. ചാമ്പ്യൻസ് ലീഗിൽ 50 ഗോൾ എന്ന നേട്ടമാണ് എംബാപ്പെ സ്വന്തമാക്കിയത്. ഇറ്റാലിയൻ ക്ലബ് അറ്റ്ലാന്റയ്ക്കെതിരായാണ് എംബാപ്പെ മറ്റൊരു നാഴികക്കല്ല് പിന്നിട്ടത്. ചാമ്പ്യൻസ് ലീഗ് ചരിത്രത്തിൽ ഏറ്റവും വേഗത്തിൽ 50 ഗോൾ നേടുന്ന താരമാണ് എംബാപ്പെ. 25 വയസ്സും 356 ദിവസവും പ്രായമുള്ളപ്പോഴാണ് എംബാപ്പെ ചാമ്പ്യൻസ് ലീഗിൽ 50 ഗോൾ തികച്ചത്. ലയണൽ മെസ്സിയാണ് ഫ്രഞ്ച് താരത്തിന് മുന്നിലുള്ളത്. 25 വയസ്സും 356 ദിവസവും പ്രായമുള്ളപ്പോഴാണ് മെസ്സി ചാമ്പ്യൻസ് ലീഗിൽ 50 ഗോൾ പൂർത്തിയാക്കിയത്. PSG, റയൽ മാഡ്രിഡ് ക്ലബ്ബുകൾക്കൊപ്പമാണ് എംബാപ്പയുടെ 50 ഗോളുകൾ. റയൽ ജേഴ്സിയിൽ എംബാപ്പയുടെ ആകെ 12ാമത്തെ ഗോളാണിത്. ഇതിനിടെ എംബാപ്പെ പരിക്കേറ്റ് പുറത്തായത് റയലിന് തിരിച്ചടിയായി. 36 മിനിറ്റ് മാത്രമാണ് എംബാപ്പയ്ക്ക് കളിക്കാനായത്. താരത്തിന്റെ പരിക്ക് ഗുരുതരമല്ലെന്നാണ് കോച്ച് കാർലോ അൻസെലോട്ടിയുടെ ആദ്യ പ്രതികരണം. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കായി സ്പോർട്സ് കഫേ സബ്സ്ക്രൈബ് ചെയ്യുക.